നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും പറമ്പി പോവായിരുന്നു. ഇതിപ്പോ എവിടെ നോക്കിയാലും വൃത്തി വെടിപ്പെട്ടിട്ടിരിക്കുക. ഇവന്മാരെന്തിനെ വൃത്തിയായിട്ട് ജീവിക്കണേ? വൃത്തിയായിട്ടോ കക്കൂസി പോണായിരുന്നു. വല്ല സ്ഥലം അറിയോ? Disculpe, es que no entiendo lo que dice. കക്കൂസ് പോയിരുന്ന് തൂറാൻ. Like this. Tengo cosas que hacer, lo siento, no lo entiendo. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ തനിക്കൊക്കെ സംസാരിച്ചൂടെ? ഒന്നും മനസ്സിലായില്ലേ? Discúlpeme. Hasta luego. De nada, venga, tíos. സ്പെയിൻകാർ ഇന്ത്യയിലേക്ക് വാട്ടാ ഫുട്ബോൾ കളിക്കാൻ. വേണ്ടമാ സെൽഫ് ഗോൾ ആയി പോകും. ധൈര്യത്തിൽ ഓടാനും കൂടി പറ്റണ്ടായല്ലോ. ഇന്ത്യനെ സ്നാക്ക് ഇട്ട് വന്നാൽ മതിയായിരുന്നു. ഈ നാട്ടിലൊരു ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷൻ ഒന്നുമില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു എസ്റ്റ് ക്യാബിനെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ഇതിനകത്ത് സാധിക്കാം. കൊച്ചിയിലെത്തിയ പോലെ. ഇന്ത്യൻ റെസ്റ്റോറന്റ്. മൈ ടോയ്ലറ്റ്. കുണ്ടി വെക്കാൻ സ്ഥലം കിട്ടിയപ്പോ വണ്ടി ഒഴിയണില്ലല്ലോ ഈശോയെ. ഇന്ത്യൻ റെസ്റ്റോറന്റ് തന്നെയല്ലേ? അതെ. അപ്പനെ കാത്തിരിക്കുകയായിരുന്നു. ഹലോ, ഹലോ ചേട്ടാ. ഉണ്ടൊക്കെ എടുത്ത് പുറത്തു വയ്ക്കാം. തുറക്കണമില്ല. ഹലോ ബൈ. കലാനികേതൻ ചാർലിയാ? ചാർലി ചാർലി തൂർലിയായി പോവും. എന്തൊരു അത്ഭുതം. ഇന്നലത്തെ പ്രോഗ്രാം കലക്കി. ഞാനൊരു ഫോട്ടോ എടുക്കാനായി ഗ്രീൻ റൂമിൽ വന്നപ്പോൾ ആളെ കാണുന്നുണ്ട്. എന്തായാലും ദയവായിട്ട് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. ഞാനൊരു ഫോട്ടോ ആരെങ്കിലും ടോയ്ലറ്റിൽ പോണ ഫോട്ടോ എടുക്കും. അവിടെ വെച്ചല്ല, ഇവിടെ വെച്ചൊരെണ്ണം. ഇനി ആ ടോയ്ലറ്റ് എന്റെ കൂടെ ഒരെണ്ണം. ഇനി ആ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു തരൂ. ഞാൻ ചാർലിയുടെ ഭയങ്കര ഫാനാ. എനിക്ക് ആ ഇന്നസെന്റ് ശബ്ദം ഒന്ന് അനുകരിക്കോ? ടോയ്ലറ്റ് പോയിട്ട് വന്നിട്ട് ഞാൻ എല്ലാം കാണിക്കാം. ടോയ്ലറ്റ് അവിടെ ഉണ്ടല്ലോ ചാർലി, ഒന്ന് കാണിക്കേ. ടോയ്ലറ്റ് കാണിക്കേ. എന്തിനാ എന്നെ ഇട്ട് വേദനിപ്പിക്കണേ? എന്റെ കൺട്രോള് പോണ്ടിട്ടോ. പേരെ കത്തുമ്പോഴാണോ വാഴ വെട്ടണെത്തണ്ടി? അങ്ങനെ നിന്റെ അമ്മൂമ്മയുടെ അങ്ങനെ മതിയാ. ഇനി സുരേഷ് ഗോപി. അയ്യോ, സുരേഷ് ഗോപി പറ്റൂല. അത് കുറച്ച് ബലം പിടിച്ച് ചെയ്യേണ്ടതാ. ആ പുല്ലേന്ന് ഈ അവസരത്തിൽ ശക്തിയായിട്ട് പറയാൻ പറ്റില്ല. അവസാനം ഷിറ്റ് എന്നും കൂടി പറഞ്ഞ അത് അറം പറ്റി പോവും. നിങ്ങക്ക് നിർബന്ധമാണെങ്കിൽ പ്രേം നസീറിനെ കാണിക്കാം. അതാകുമ്പോ ഒട്ടും ശരീരം അനക്കണ്ട. ഇനിയും എന്നെ ടോയ്ലറ്റിൽ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ആ ഒരു ലൈവ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും. സംഗതി ആ നാട്ടുകേശാകും. അയ്യോ, ഇങ്ങനെ വിഷമിച്ച് നിൽക്കാൻ നേരത്തെ പറയണ്ടേ? അവിടെ ടോയ്ലറ്റ് വെള്ളം ചേട്ടാ. ഉച്ചയാവും വരുമ്പോ ഇവിടെ കടലാസാ പതിവേ.